വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ്റെ വെയിറ്റ് വെച്ച് ഫൈൻ, സൂപ്പർ ഫൈൻ, അഫ്ഗാൻ എന്നൊക്കെയില്ലേ, അതൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണിത്. ഒരു ക്രോഷിയർ അല്ലെങ്കിൽ ക്രോഷേ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ വെറുതെ കുറേ ക്രോഷേ സ്റ്റിച്ചസ് പഠിച്ചാൽ മാത്രം പോരാ. ഇത്തരം കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ക്രോഷേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെ ക്രോഷയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. കമൻറ്റിലൂടെ മറുപടി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. അല്ലാത്തത് ഇതേപോലെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഒരു യാണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുന്നത് അതിൻ്റെ ലേബിൾസ് നോക്കിയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലേബിൾസ് ഒക്കെ നമുക്ക് എടുത്തൊന്ന് ചെക്ക് ചെയ്യാം. ഇത് സാധാരണ ഒരു ലേബിളാണ്. ഒരു നെയിം കൊടുത്തിട്ടുണ്ട്, കമ്പനി നെയിമാണ് കൊടുത്തിട്ടുണ്ട്. മറ്റു ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇതിൻ്റെ ഷെയ്ഡും ഡൈലോട്ടും ഒക്കെ കൊടുക്കേണ്ട ഒരു സ്പേസ് ആണ്. എത്ര ഗ്രാം ഉണ്ടെന്നോ അങ്ങനൊന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്ത ഒരു ലേബൽ നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തത് ഞാൻ മാജിക് നീഡിൽസ് എന്ന് വാങ്ങിയിട്ടുള്ള കോട്ടോൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ യാണാണ്. അതിന്റെ ലേബലാണിത്. ഇതിനകത്ത് ഇതിന്റെ തിക്നെസ് കാണിക്കുന്നത് 2 ആണ്. ഫൈൻ എന്ന് പറഞ്ഞാണ് 2 എപ്പോഴും മെൻഷൻ ചെയ്യുക. പിന്നെ 100% കോട്ടൺ ആണ്. വെയിറ്റ് 150 ഗ്രാം ആണ്. ലെങ്ത് കൊടുത്തിട്ടുണ്ട് 380 മീറ്റർ ആണ്. പിന്നെ അതിൻ്റെ വിലയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് GST എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരു QR കോഡും അതിൻ്റെ കുറച്ച് അഡ്രസ്സും കമ്പനി ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൽ ID അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് ഇവിടെ ഒരു 4 പ്ലൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ആണ്. ബീച്ച് ആണ് കളർ വരുന്നത്. ഇത് വാഷ് ചെയ്യുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം. ഇവിടെ വരുന്നത് ഹൂക്കിൻ്റെ സൈസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്രോഷേ ഹൂക്ക് വരുന്നത് 3 mm ക്രോഷേ ഹൂക്കും നിറ്റ് നീഡിൽസിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട്. 3 mm തന്നെ നിറ്റ് നീഡിൽ സൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുന്നേ നമ്മൾ എടുത്ത ലേബലിൽ അതിൻ്റെ തിക്നെസ് കാണിച്ചിരിക്കുന്നത് 2 ഫൈൻ എന്നാണ്. അടുത്തതിൽ 5 ബൾക്കി എന്നുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ലേബലിൽ 3 ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും 5 ബൾക്കി ആണ്. അടുത്ത ഒരു ടീഷർട്ട് യാണായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് 6 സൂപ്പർ ബൾക്കി യാണാണ്. ഇതിൻ്റെ നീഡിൽ സൈസ് പറഞ്ഞിരിക്കുന്നത് 8 to 10 mm ആണ്. ക്രോഷേ ഹൂക്കിൻ്റെ സൈസ് വരുന്നത്. നിറ്റ് നീഡിൽ സൈസും സെയിം തന്നെയാണ്, 8 to 10 mm ആണ് സൈസ് വരുന്നത്. അപ്പം നമ്മൾ വാങ്ങുന്ന യാണിന് പറ്റിയ ഹൂക്ക് ഏതാണെന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇത് 4 മീഡിയം ആണ്. അപ്പം നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് യാണിൻ്റെ വെയിറ്റിനെ കുറിച്ച് തന്നെ നോക്കാം. ഒരു യാണിൻ്റെ ലേബൽ എടുക്കുമ്പോൾ അതിനകത്ത് അതിന് തിക്നെസ് കാണിക്കുന്ന ഒരു ഭാഗം ഉണ്ടാകും. പ്രധാനമായിട്ടും 0 മുതൽ 7 വരെയാണ് യാണിൻ്റെ തിക്നെസ് കാണിക്കുന്നത്. ഒരു യാണിൻ്റെ വെയിറ്റ് അത് 0 എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഏറ്റവും കനം കുറഞ്ഞത് അല്ലെങ്കിൽ ലേസ് ത്രെഡ് എന്നാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. നേർത്ത ഷോളുകൾ അല്ലെങ്കിൽ ലേസ് വർക്കുകളൊക്കെ ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. യാണിൻ്റെ വെയിറ്റ് 1 എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് വളരെ നേർത്തത് അല്ലെങ്കിൽ സൂപ്പർ ഫൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോക്സുകൾ, ചെറിയ ബേബി ഡ്രസ്സസ് ഇതൊക്കെ ചെയ്യാനായിട്ടാണ് സൂപ്പർ ഫൈൻ ഉപയോഗിക്കുന്നത്. ഇനി യാൺ വെയ്റ്റ് 2 എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ നേരിയത് ലൈറ്റ് വെയ്റ്റ് ഡ്രസ്സസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്പർ 3 ആണ് വെയിറ്റ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് ഇടത്തരം കനമുള്ള യാണുകളാണ്. ലൈറ്റ് വെയ്റ്റ് യാൺസ് എന്ന് പറയും, അതല്ലെങ്കിൽ ഡബിൾ നിറ്റിംഗ് യാണുകൾ എന്നൊക്കെ പറയും. സൈസ് 4 എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതൊരു മീഡിയം സൈസ് യാണാണ്, അതായത് ഒരു സാധാരണ കനമുള്ള യാൺ. സ്റ്റാൻഡേർഡ് സൈസ് എന്നാണ് നമ്മൾ ഇതിനെ പൊതുവെ പറയുന്നത്. മിക്കവാറും ഉള്ള പ്രോജക്റ്റുകൾ, അതായത് അമിഗുരുമി, സ്കാർഫ്, ബ്ലാങ്കറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് മീഡിയം സൈസ് യാണാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് ക്രോഷേ ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മീഡിയം സൈസ്, അതായത് 4 പ്ലൈ വരുന്ന 4 വെയിറ്റ് വരുന്ന അക്രിലിക് യാണുകൾ പ്രിഫർ ചെയ്യാറുണ്ട്.
വെയിറ്റ് 5 മുതൽ മുകളിലേക്ക് വരുന്നത് കുറച്ച് കട്ടി കൂടിയ യാണുകളായിരിക്കും. 5ന് പൊതുവെ നമ്മൾ ബൾക്കി യാൺ, കട്ടി കൂടിയ യാണുകൾ എന്നാണ് പറയുന്നത്. വിന്റർ ഡ്രസ്സ് അല്ലെങ്കിൽ കട്ടിയുള്ള ബ്ലാങ്കറ്റ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടാണ് ബൾക്കി യാൺ ഉപയോഗിക്കുന്നത്. വെയിറ്റ് 6 ആകുമ്പോഴത്തേക്ക് അത് സൂപ്പർ ബൾക്കി എന്നാണ് അറിയപ്പെടുന്നത്. കുറച്ചുകൂടെ കട്ടി കൂടിയ, ബൾക്കിയെ കാട്ടി കുറച്ചുകൂടെ കട്ടി കൂടിയതാണിത്. പെട്ടെന്ന് നമ്മുടെ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് തീർക്കാൻ, ബ്ലാങ്കറ്റ്സ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് സൂപ്പർ ബൾക്കി യാൺസ് ഉപയോഗിക്കും. വെയിറ്റ് നമ്പർ 7 എന്ന് പറയുമ്പോൾ ജംബോ സൈസിലുള്ള യാണുകളാണ്. ഏറ്റവും കട്ടി കൂടിയ യാണുകളാണിത്. വേഗത്തിൽ ഒത്തിരി ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ, ബ്ലാങ്കറ്റ്സ്, ഒത്തിരി കട്ടിയുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞത് യാണിൻ്റെ വെയിറ്റ് എന്നാണ്. വെയിറ്റ് അല്ല, തിക്കാണ്, തിക്നെസ് ആണ്. യാണിൻ്റെ കട്ടി അനുസരിച്ചാണ് 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സായിട്ട് യാണിനെ പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കിയാൽ മതി. രണ്ടാമത് നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് ഫൈബർ കണ്ടന്റ്. ഈ നൂല് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു യാണിന്റെ മൃദുത്വം എത്ര സോഫ്റ്റാന്നുള്ളത്, അല്ലെങ്കിൽ കഴുകാനുള്ളൊരു സൗകര്യം, ചൂട് നിലനിർത്താനുള്ള കഴിവ്, ഇതൊക്കെ ഈ വരുന്നൊരു ഫൈബർ കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. 100% അക്രിലിക് യാൺ എന്ന് പറഞ്ഞാൽ ഒരു സിന്തറ്റിക് യാണാണ്. ഇതിന് പൊതുവെ വില കുറഞ്ഞ യാണുകൾ തന്നെയായിരിക്കും. മെഷീനിലൊക്കെ നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ രണ്ടാമത് വരുന്നത് 100% കോട്ടൺ യാണുകൾ. വേനൽക്കാല വസ്ത്രങ്ങൾക്ക്, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ക്ലോത്തുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വൂൾ ആൻഡ് അക്രിലിക് ബ്ലെൻഡ് ആയിട്ടുള്ള യാണുകൾ വരും. കമ്പിളിയും അക്രിലിക്കും മിക്സ് ചെയ്ത യാണുകൾ. പിന്നെ മെറിനോ വൂൾ യാണുകൾ എന്ന് പറയും. അത് കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള യാണുകളായിരിക്കും. അതൊക്കെ നമ്മൾ വാങ്ങുന്ന യാണിൻ്റെ ക്വാണ്ടിറ്റി, എത്ര വെയിറ്റിലുള്ള യാണാണ് നമ്മൾ വാങ്ങുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. 100 ഗ്രാമാണോ 200 ഗ്രാമാണോ, അത് പലപ്പോഴും മെൻഷൻ ചെയ്തിരിക്കുന്നത് ഗ്രാം ആയിട്ടോ ഔൺസ് ആയിട്ടോ, എത്ര മീറ്റർ നീളം ഉണ്ടെന്നോ യാർഡിലോ ഒക്കെ ആയിരിക്കും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ ഹൂക്കിൻ്റെ സൈസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വാങ്ങിയ നൂലിന്, അതായത് യാണിന് ഏറ്റവും അനുയോജ്യമായ ക്രോഷ്യ ഹൂക്ക് ഏതാണെന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതൊരു ക്രോഷ്യ ഹൂക്കിൻ്റെ ഒരു ചിഹ്നം കൊടുത്തിട്ട് അതിൽ മില്ലിമീറ്റർ എന്നൊരു അളവിനായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലേബലിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ക്രോഷ്യ ഹൂക്കിൻ്റെ സൈസും നിറ്റിംഗ് നീഡിലിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ട്. 5 to 6 mm ആണ് സൈസ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 12S, 12R, 4x4 inches, 10x10 cm അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു യാൺ വെച്ച് നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ 5 to 6 mm ഹൂക്ക് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 4 inch x 4 inch, അതായത് 4 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും, അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ നീളവും വീതിയും വരുന്ന ഒരു സ്ക്വയർ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് 12 സ്റ്റിച്ചസും 12 റോയും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി കൊടുത്തിരിക്കുന്നത് കുറച്ച് വാഷിംഗ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിൻ്റെ സിമ്പിൾസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൂടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തെടുക്കാം. പക്ഷേ നോർമൽ വാട്ടറിൽ, അതായത് ചൂട് വെള്ളത്തിലൊക്കെ നമ്മൾ വാഷ് ചെയ്തെടുക്കാറുണ്ട്, 40 ഡിഗ്രിയിലൊക്കെ വാഷ് ചെയ്തെടുക്കാറുണ്ട്. അത് പാടില്ല. നോർമൽ വാട്ടറിൽ ജെന്റിൽ വാഷാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതൊരു കറുപ്പ് സർക്കിൾ കൊടുത്തിട്ടുണ്ട്. കോൾഡ് ടംബിൾ ഡ്രൈ എന്നാണ് പറയുന്നത്. ഡ്രയറിലൊക്കെ ഇത് ഉണക്കിയെടുക്കുമ്പോൾ ചൂട് ടെമ്പറേച്ചറിൽ ഉണക്കിയെടുക്കരുത്, നോർമൽ ടെമ്പറേച്ചർ തന്നെ അത് ഡ്രൈ ചെയ്തെടുക്കണമെന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ട്രയാങ്കിൾ ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത് ഡു നോട്ട് ബ്ലീച്ച് ഉപയോഗിക്കരുതെന്നാണ്. തൊട്ട് താഴെ ആദ്യം കൊടുത്തിരിക്കുന്നത് അയൺ ചെയ്യരുത്. അവസാനത്തേന്ന് പറഞ്ഞത് ഡ്രൈ ഫ്ലാറ്റ്, ഒരു നിരപ്പായ ഒരു പ്രതലത്തിൽ വിരിച്ചിട്ട് ഉണക്കുക എന്നുള്ളതാണ്. യാൺ ലേബൽ റീഡിങ്ങിനെ കുറിച്ച് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.